Hey guys, this is me Vishnu, And this is Sudhish. and welcome to our channel. What's the crack? What's the crack, bro? എനിക്കറിയില്ല നീ പറയണ്ട. Oh, sorry. ഇത്തവണ ഞാനാണ് പറയേണ്ടത്. Yeah. അതെ. So ഇത്തവണ കുറച്ച് സബ്ജക്ട് സീരീസ് ആണ്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ടെക് ട്രാവൽ എന്ന യൂട്യൂബ് ചാനൽ അറിയോ? സുജിത് ഭക്തൻ. യെസ്, ആബ്സല്യൂട്ട്ലി. അപ്പൊ സുജിത് ഭക്തനാണല്ലോ നമ്മുടെ ഈ വ്ളോഗിങ് കോൺസെപ്റ്റ് കുറെ ഒക്കെ കൊണ്ടുവന്നത് നമ്മുടെ. ഞാൻ അത്ര ഫോളോ ചെയ്തിട്ടില്ല, എനിക്കറിയില്ല. ആ, I know പുള്ളി you watch his video. യെസ്. അപ്പം ഞാൻ വലിയ ഫാനൊന്നും അല്ല, പക്ഷെ കുറെ വീഡിയോസ് പുള്ളിനെ വാച്ച് ചെയ്യാറുണ്ട്. പുള്ളിയാണ് ഈ ആനവണ്ടി വെബ്സൈറ്റ് ഒക്കെ നേരത്തെ ഒക്കെ തുടങ്ങിയത്. നമ്മുടെ KSRTC ന്റെ. ഓക്കെ ഓക്കെ ഓക്കെ. പുള്ളിയാണ് അന്ന്. കേട്ടിട്ടുണ്ട് ഞാൻ. പുള്ളി പണ്ടേ തൊട്ടേ ഈ പരിപാടി തന്നെയാ. പുള്ളിന്റെ പുള്ളിയല്ലേ മറ്റേ എറണാകുളത്ത് നല്ല ഒരു അടിപൊളി ഫ്ലാറ്റ് ഒക്കെ മേടിച്ച് ടെക് ട്രാവൽ ചെയ്തിട്ടാണ്. പുള്ളിയാണോ നമ്മുടെ വിഷയം? അപ്പൊ ഇത് കുറച്ച് സീരിയസ് ആണ്. പുള്ളിന്റെ വിഷയം തന്നെയാണ്. സീരിയസ് വിഷയമാണോ? സീരിയസ് വിഷയമാണ്. ഓക്കെ. അപ്പൊ ആക്ച്വലി കുറെ വർഷങ്ങളായിട്ട് പുള്ളി ഇങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ വർഷങ്ങളായി. അതെനിക്കറിയാം. Yeah. നീ എന്നെ കുറെ കാണിച്ചിട്ടുമുണ്ട്. യെസ്, ആബ്സല്യൂട്ട്ലി. സോ അപ്പൊ അതിനകത്ത് പുള്ളി ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുമ്പം അപ്പം ആസ് യൂഷ്വൽസ് ഈ കോമെന്റ് സെക്ഷനിൽ കുറെ പേര് നെഗറ്റീവും വരും, പോസിറ്റീവും പറയുന്നത്. അപ്പൊ ആര് വീഡിയോ ഇപ്പൊ നമ്മുടെ വീഡിയോക്കും വരുമായിരിക്കും. നമ്മൾ ഫേമസ് ആയ അത് തന്നെ. ഫേമസ് ആയില്ലെങ്കിലും തെറിവിളി എന്തായാലും വരും. തെറിവിളി ഈസ് പാർട്ട് ഓഫ് ദ ജേർണി. തെറിവിളി ഇത് പാർട്ട് ഓഫ് ദ ജേർണി. അതൊക്കെ നമ്മൾ ഇഗ്നോർ നല്ല വീഡിയോ ഇടുന്ന എല്ലാവർക്കും, ചീത്ത വീഡിയോ ഇടുന്ന എല്ലാവർക്കും വരുന്ന. യെസ്. അപ്പൊ നമ്മൾ ഇത് ഇഗ്നോർ ചെയ്ത് അങ്ങ് പോകും അല്ലേ, സാധാരണ. ചെറിയ വാലിഡ് ആണെങ്കിൽ നമ്മളത് ഫീഡ്ബാക്ക് ആയിട്ട് എടുക്കും. അല്ലേ നമ്മളത് യെസ്. പക്ഷേ പക്ഷെ ഈ സംഭവം എന്താന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിട്ട് സുജിത് ഭക്തന്റെ വൈഫിനെ പേഴ്സണലി ടാർഗറ്റ് ചെയ്ത് ആരോ ഒരാള് കോമന്റ് സെക്ഷനിൽ ഭയങ്കര വോൾഗറായിട്ട് ഇത് ഈ പുള്ളിയുടെ വീഡിയോയില് വോൾഗറായിട്ട് സംസാരിക്കുക. അതായത് വൈഫിനെ ഓൺലി ടാർഗറ്റിംഗ് ഹിസ് വൈഫ്. അപ്പം നിങ്ങൾക്ക് സുജിത് ഭക്തന്റെ വീഡിയോസ് കണ്ടാലേ അപ്പം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പുള്ളിയുടെ വൈഫിനെയും മോനെയൊക്കെ കണ്ടിട്ടില്ല. യെസ്. പേഴ്സണലി വൈഫിനെ ഫുൾ ആയിട്ട് ടാർഗറ്റ് ചെയ്ത് ബോഡി ഷേമിംഗ് ആണ്. യെസ്, ബോഡി ഷേമിംഗ്. അപ്പം ടാർഗറ്റ്. അപ്പം ഇനീഷ്യലി പുള്ളി കുറെ ഒക്കെ ഇഗ്നോർ ചെയ്തു. പിന്നെ കേസിന് പിന്നെ പുള്ളി വിചാരിച്ചു ഇത് പണ്ടോട്ടെ റേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. പക്ഷെ ആ പറയുന്ന പെർട്ടിക്കുലർ പേഴ്സൺ കോമെന്റ് ചെയ്യുന്ന പേഴ്സൺ യൂട്യൂബിലൊക്കെ കോമെന്റ് ചെയ്യാൻ, റീൽസിലൊക്കെ കോമെന്റ് ചെയ്യാൻ അത്രേ ഉള്ളായിരുന്നു. പക്ഷെ അറ്റ് പ്രസന്റ് ആ ആള് കുറച്ചും കൂടെ അഗ്രസീവ് എക്സ്ട്രീം ലെവലിൽ പോയി. ആ പുള്ളിക്കാരൻ കുറെ മെയിൽ ഐ ഡി, പല ടൈപ്സ് മെയിൽ ഐ ഡിയിൽ ഈ ഫേക്ക് ഇമെയിൽ ഐ ഡി ഉണ്ടാക്കിയിട്ട് നമ്മുടെ സുജിത് ഭക്തന് ഇമെയിൽ അയക്കും വൈഫിനെ കുറിച്ച് ഫുൾ നെഗറ്റീവ്. അതായത് നെഗറ്റീവ് ഇൻ ദ സെൻസ് റീസെന്റ്, അതായത് 2 days ബാക്കോ 2 days ബാക്ക് ഐ ബിലീവ്, എടുത്ത് പറയണ്ട, 2 days ബാക്ക് സുജിത് ഭക്തൻ ആ എല്ലാ മെയിലിന്റെ കോണ്ടന്റ് എന്തോ എല്ലാം പുള്ളിന്റെ ചാനൽ വഴി അത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ അത് വായിച്ചു കഴിഞ്ഞാൽ വെരി സീരിയസ്. നിങ്ങൾ അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ എഴുതി അവനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ടെണ്ണം കൊടുക്കണം എന്ന് തോന്നിപ്പോവും. അത് തന്നെ സുജിത് ഭക്തൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് സുജിത് ഭക്തന്റെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നത് കാരണം പുള്ളി കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് പുള്ളി ലീഗലായിട്ട് മൂവ് ചെയ്യാണ്. ഇവനെ പൂട്ടണം. ഇതാരാണ്, ഇവൻ ആരാണ് കണ്ടുപിടിക്കണം, ഈ ചെയ്യുന്ന ആളെ. കാരണം ഇത് ഭയങ്കര ഫാമിലി പരമായിട്ട് അറ്റാക്ക് ചെയ്യുക, എല്ലാം ഹേർട്ടിങ്. ഇൻഡിവിജ്വലിനെ ഏത് രീതിയിലൊക്കെ ഹേർട്ട് ചെയ്യാൻ പറ്റും, മോനെ കുറിച്ച് വരെ. അതാണ് നമുക്ക് എനിക്കൊന്ന് കുറെ ഇട്ട് കാണുമായിരിക്കും. ആബ്സല്യൂട്ട്ലി. ഈ പറയുന്ന ആള് സുജിത് ഭക്തന്റെ എല്ലാ വീഡിയോസും കാണുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ സുജിത് ഭക്തൻ എന്തെങ്കിലും പ്രൊമോഷണൽ കോണ്ടന്റ് ആ ചെയ്യുന്നെങ്കിൽ ആ പറയുന്ന ബ്രാൻഡിനെ വരെ ടാഗ് ചെയ്തിട്ടാണ് ഈ പുള്ളി. പുള്ളി ഇൻവെസ്റ്റിംഗ് ടൈം. ആ കമന്റ് ഇടുന്ന ആള് ഇൻവെസ്റ്റിംഗ് ടൈം. യെസ്. ആ ഫുൾ ഡിസ്ക്രൈബ് ചെയ്തിട്ട് അത്രയും ബോഡി ഷേമിങ് വൈഫിനെ കുറിച്ച് അത്രയും, അതായത് നമ്മൾ കേട്ടാൽ ഇപ്പം നമ്മുടെ അമ്മമാരോ സിസ്റ്റർമാരോ വൈഫിനെ കുറിച്ചൊക്കെ അങ്ങനെ പറയുവാണെങ്കിൽ നമുക്ക് വേറെ മൂഡിലായിരിക്കും. അപ്പൊ പുള്ളി ഒരു പോസ്റ്റ് ഇട്ടു കമ്മ്യൂണിറ്റിയില്, നമ്മുടെ സുജിത് ഭക്തന് അവനെ പൂട്ടിയിരിക്കുന്നു, അവനെ കണ്ടുപിടിച്ചിരിക്കുന്നു. പുള്ളി സൈബർ സെല്ലിലെ കേസൊക്കെ കൊടുത്ത് സൈബർ സെല്ലിന്റെ വഴി പിന്നെ കുറെ ഹാക്കേഴ്സ് നമ്മുടെ കേരളത്തിലും പിന്നെ കേരളത്തിലല്ലാത്ത വേറെ കുറെ രാജ്യങ്ങളിലെ എത്തിക്ക ഹാക്കേഴ്സ് വഴി ആ ഹാക്കേഴ്സ് ആക്ച്വലി ദേ സെഡ് ദാറ്റ് അവരും ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് ഇവനെ കണ്ടുപിടിച്ചു. പേരൊന്നും റിവീൽ ചെയ്തിട്ടില്ല. ഇന്ത്യയിലുള്ള ആളാ അല്ല, പുള്ളിക്കാരൻ NRI ആണ്. ആ കൺട്രി ഏതാണും പുള്ളി റിവീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നില്ല, ദുബായ് ആണോ കൺട്രി ഞാൻ റിവീൽ ചെയ്യുന്നില്ല, ഞാൻ പറയുന്നില്ല.
നമ്മുടെ ദുബായ് ആണോ അല്ല അതോ ദുബായ് അല്ല ദുബായ് അല്ല യൂറോപ്പും അല്ല യൂറോപ്പും അല്ല. അപ്പം നോർത്ത് അമേരിക്ക, അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം സുജിത് ഭക്തന്റെ അതായത് ചാനൽ പുറത്തുള്ളൊരു പുള്ളി സുജിത് ഭക്തന്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് അറിയാൻ പറ്റും. എവിടെയുള്ള ആളാണ്? അപ്പൊ ഇവര് ഈ ആളെ കണ്ടുപിടിച്ച ശേഷം വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തു സുജിത് ഭക്തൻ ഓക്കെ, ഇയാള്. പേഴ്സണലി. അപ്പൊ ഈ പെർട്ടിക്കുലർ പേഴ്സൺ വോയിസ് നോട്ട് ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. ഓക്കെ, ഈ പെർട്ടിക്കുലർ പേഴ്സൺ പറഞ്ഞു ഞാനല്ല, ഭയങ്കര ഇംഗ്ലീഷ് ആക്സെന്റും മംഗ്ലീഷ് ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. ഹി വാസ് സെയിങ് ലൈക്ക് ഏയ് ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ റോങ് പേഴ്സണെ കോൾ ചെയ്യുന്നത്, ബ്ലാ 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 ഓൾ ദ ഷിറ്റ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇതിന്റെ ഇടയ്ക്ക് കുറച്ചും കൂടെ സീനിയർ ഒരു വോയിസും കൂടെ വരുന്നുണ്ട്. അത് സുജിത് ഭക്തൻ സീനിയർ ആദ്യം എടുത്തത് ഒരു ഒരു ജൂനിയർ. യങ് ഗൈ ആണ്, ഓക്കെ, മേ ബി ഇൻ ഹിസ് 30s or 30s, ടീനേജ്. ടീനേജ്. അപ്പൊ സുജിത് ഭക്തന്റെയും വൈഫിന്റെ സംശയം ആ ആരാണ് സെക്കൻഡറി പേഴ്സൺ മൈറ്റ് ബി ഹിസ് ഡാഡ്. എൽഡർ പേഴ്സൺ? Yeah. ഓക്കെ, ആ പുള്ളിക്കാരൻ വന്നിട്ട് ഭയങ്കര അഗ്രസീവ് ആയിട്ടാണ് സംസാരിച്ചത്. അപ്പോഴാ ആ ടോണും പിന്നെ ഈ ഇമെയിലും എല്ലാം കൂടെ നമ്മളൊന്ന് കണക്ട് ചെയ്തപ്പോൾ കണക്ട് ചെയ്തപ്പോ ആ ആളാവാൻ ചാൻസ് ഉണ്ട്. ജൂനിയർ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അല്ല പറയാൻ പറ്റില്ല, വി ഡോണ്ട് നോ. ഇത്ര നാളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുമ്പോൾ ഒരു അത്യാവശ്യം ഒരു വെന്റേറ്റുള്ള ആളായിരിക്കുമല്ലോ. അപ്പം അല്ല നമുക്ക് ഇതിനെ കുറിച്ച് വലുതായിട്ട് അറിഞ്ഞൂടാ എന്താണ് സംഭവം. നമുക്കറിയില്ല, പക്ഷെ എനിക്കും അറിയില്ല, നീ ഇപ്പൊ പറയുമ്പോഴേ അറിയില്ല. ആളെ പൂട്ടിയിട്ടുണ്ട്. കിട്ടി, ആളെ കിട്ടി. ഇതെന്തായാലും ഒരു കേസ് രീതിയിൽ പോകാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ സുജിത് ഭക്തൻ. പുറത്തുള്ള ഒരാൾ എന്ത് ചെയ്യാൻ? അതാണ് സുജിത് ഭക്തനും പറയുന്നത്. സുജിത് ഭക്തൻ ഈസ് സെയിങ് ദാറ്റ് ആ പറയുന്ന ആള് വിചാരിച്ചിട്ടുണ്ട് NRI ഉണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷെ നമ്മുടെ നിയമത്തിന് അങ്ങനെ ഒരു വഴിയുണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ ദ കൺട്രി ആസ് വെൽ ആസ് അതിന് കുറെ വേറെ പല കൺട്രിയിലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ വേറെ കുറെ കാര്യങ്ങളുണ്ട് അതിന്റെ ബേസ്. അത് അവര് മൊത്തമായിട്ട് റിവീൽ ചെയ്തിട്ടില്ല. അതാണ് വാട്ട് ഈസ് സുജിത് ഭക്തൻ സെയിങ് നൗ? ഫുള്ളായിട്ട് കേസിനെ പുറകെ തന്നെ. എന്താണ് ഇപ്പം? ആളെ കിട്ടി. ഇനി അവനെ എങ്ങനെയും കൊണ്ടുവരണം ഇങ്ങോട്ട് നാട്ടിലോട്ട്. അവൻ മലയാളിയാണ്. ആള് മലയാളി, അവിടെ പക്ക മലയാളി. ഇപ്പൊ സുജിത് ഭക്തൻ ഇത് വിട്ടേന്. ഈവൻ ഇൻ വാട്സ്ആപ്പ് കോൾ സുജിത് ഭക്തൻ പറഞ്ഞു നീ ആണെങ്കിൽ പറഞ്ഞേക്കാൻ, ഇഫ് യു ആർ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ബട്ട് നമ്മള് ബേസിക്കലി സുജിത് ഭക്തൻ 100% ലീഗലായിട്ടാ പോകുന്നത്. 100% ലീഗൽ. കാരണം നിങ്ങൾ ആലോചിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, ലീഗലായിട്ട് പോവാ വേറെ. പക്ഷെ സുജിത് ഭക്തൻ ആസ് എ ഹസ്ബൻഡ് സ്വന്തം വൈഫിനെയും മോനെയും പാരന്റ്സിനെ കുറിച്ച് ഭയങ്കര, വൈഫിനെ കുറിച്ചാണ് ഏറ്റവും വൾഗറായിട്ട് ആ കമന്റ് ഇട്ട ആള് പറഞ്ഞേക്കുന്നത്. അപ്പൊ പുള്ളി ആസ് എ ഹസ്ബൻഡ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹിസ് ഫീലിംഗ്. പുള്ളി കുറച്ച് വീഡിയോയിൽ അഗ്രസീവ് ആയി പുള്ളി പറഞ്ഞു അവനെ കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ അടിച്ചിരിക്കും, അടിച്ചിട്ട് ഐ എം റെഡി ടു ഗോ ടു ജയിൽ, എന്റെ കുട്ടീനെയും പാരന്റ്സ് നോക്കിക്കോളൂന്ന്. അത് പക്ഷെ ഒരു എക്സ്ട്രീം. പക്ഷെ എക്സ്ട്രീംസ് അത് നമുക്ക് ആ ഇമോഷന്റെ മേളിൽ പക്ഷെ അത് പുള്ളി ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ലീഗലായിട്ട് ചെയ്യരുത് എന്നാണ് എന്റെ അഭിപ്രായം. കാരണം അതിന്റെ ആവശ്യമില്ല. ഒരാള് ഇപ്പം എനിക്ക് തോന്നുന്നില്ല തിരിച്ചു ഒരു തെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ഇമോഷന്റെ പേര് ഐ ഹോപ്പ് ഹി ഡസന്റ് ഡു ഇറ്റ്. ഐ ഫീൽ ദാറ്റ് ഹി വിൽ നോട്ട്. He won't. I don't think so. ആ ഒരു ഇമോഷനെ പുറത്ത് പറഞ്ഞാൽ അത് ചെയ്തു കഴിഞ്ഞാൽ ലീഗലായിട്ട് പോവാ, ആളെ കൊണ്ടുവരിക, അത് ചെയ്യുക, അതൊക്കെ ഫെയർ ആണ്. പക്ഷെ എനിക്കൊരു ചോദ്യമുണ്ട്. ഇത് ടാർഗറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനെ പലരും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണല്ലോ. നോ, ദ ഫണ്ണി പാർട്ട് ഈസ് ഈ പറയുന്ന ആള് ഇവർക്ക് മാത്രം കുറെ പേർക്ക് ചെയ്തിട്ടുണ്ട്, അവരൊന്നും വന്നിട്ടില്ല ഈ പർട്ടിക്കുലർ പേഴ്സൺ. പക്ഷേ ഇവര് ഇത്തവണ കളിച്ചത് സുജിത് ഭക്തന്റെ കൂടെ ആയതുകൊണ്ട് സുജിത് ഭക്തൻ കുറെ വിട്ടതാ. പക്ഷെ ഇത് വൈഫിനെ തന്നെ അത് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക. സുജിത് ഭക്തന്റെ ഒരു വീഡിയോ ഫോർമാറ്റ് ഇസ് ലൈക്ക് എവറി ഡേ പുള്ളി അപ്ലോഡ് ചെയ്യും. അപ്പം ഇത് എല്ലാ വീഡിയോ കമന്റും അത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ പറയുന്ന ആള്. ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇമെയിലൊക്കെ ചെയ്യുന്നത്. ഇമെയിലും ചെയ്യുന്നുണ്ട്, കമന്റ് മാത്രമല്ല. ഞാൻ ഇമെയിലിന്റെ കാര്യം ആദ്യം കമന്റ് കഴിഞ്ഞിട്ട് ഇമെയിൽ വന്നപ്പോഴാണ് പ്രശ്നങ്ങൾ. പേഴ്സണലി ഇമെയിൽ അതും ടാഗ് ചെയ്യുന്ന പ്രൊമോഷണൽ പാർട്ട്നേഴ്സ്, അതായത് സുജിത് ഭക്തനെ ടാഗ് ചെയ്യും. സുജിത് ഭക്തൻ വല്ലതും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബ്രാൻഡിനെ ടാഗ് ചെയ്യും. അത് ഇമെയിൽ അല്ല, അത് നമ്മുടെ ഇമെയില് എങ്ങനെ CC അവരുടെ ഇമെയിൽ ID എടുത്തിട്ട് CC ചെയ്തിട്ട് എല്ലാം ടാഗ് ചെയ്തിട്ട് ആ മൊത്തം അവരെല്ലാരും അറിയും അത്. എന്നിട്ട് അതിനകത്തെ കോണ്ടന്റ് എന്തുവാ, വൈഫിനെ ബോഡി കംപ്ലീറ്റ്ലി പുള്ളി ഒരു റിസോർട്ട് അത് ലീഗലായിട്ട് മൂവ് ചെയ്യാ ചെയ്തേ പറ്റൂ. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ആൻഡ് ഫിസിക്കൽ അസോൾട്ട് സുജിത് ഭക്ത നിങ്ങളുടെ ഒരു ഞാൻ നിങ്ങളുടെയും ഫാൻ. ഞാൻ ഒരു യൂട്യൂബേഴ്സിന്റെ ഫാൻ അല്ല, പക്ഷെ ഐ ലൈക്ക് യുവർ കോണ്ടന്റ്.
അപ്പം അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുവാണ്, നിങ്ങൾ അതിന്റെ ചെയ്യണം, നിങ്ങൾ ആവശ്യമില്ല. ഇതിന്റെ പുറകിൽ പോണം, അവനെ കണ്ടുപിടിച്ച് കൊണ്ടുവരണം, കണ്ടുപിടിച്ചതും ലീഗലി കൊണ്ടുവരണം. ലീഗലി ഇതൊക്കെ ചെയ്യുന്നതൊക്കെ കറക്റ്റാണ്. Yeah. ഇമോഷൻ മനസ്സിലാക്കുന്നു. എന്റെ വൈഫിനെയോ അല്ലെങ്കിൽ നിന്റെ വൈഫിനെയോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരെ പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. യെസ്, ആബ്സല്യൂട്ട്ലി. അതും ഹെൽ ബെൻഡ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒബ്വിയസ്ലി ഇറ്റ്സ് എ പ്രോബ്ലം. നമുക്ക് ഒബ്വിയസ്ലി ഇമോഷൻ വരുമ്പോൾ അത് ജിത് ഭക്തന്റെ സൈഡ് എനിക്ക് പറയാൻ എളുപ്പമാ. ലൈഫിൽ നടക്കുമ്പോഴേ എനിക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് അറിയുള്ളൂ. അത് നമ്മൾ തിരിച്ചങ്ങോട്ടൊരു ആ രീതിയിൽ നമ്മൾ ലീഗലി അങ്ങ് കംപ്ലീറ്റ്ലി, പിന്നെ നമ്മുടെ ലീഗലി അങ്ങ് പൂട്ടുക. എന്നിട്ട് പിന്നെ നമ്മുടെ കേരള പോലീസ് സോ സ്ട്രോങ്, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് പോലീസ് ഫോഴ്സ് ആണ്. പക്ഷെ നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത് അയർലൻഡിൽ നിന്നാണ്. കൺസിഡറിങ് ഇവിടത്തെയും യൂറോപ്പ് കോസും കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ പോലീസ് ഫോഴ്സ് ഈസ് അമേസിംഗ്. കേരള പോലീസ് ഈസ് അമേസിംഗ്. അവര് പക്ഷെ എനിക്ക് ഇത്ര അറിയാനുള്ള ഈ പുറത്തുള്ള എവിടുത്തെ ആളാന്ന് എനിക്കറിയില്ല. നീ പറഞ്ഞപ്പോഴേ സംഭവം തന്നെ, ഇത് നമുക്ക് എത്രമാത്രം ഒരു ഇയാളെ കൊടുക്കാൻ പറ്റുന്ന എനിക്കറിയില്ല. അതറിഞ്ഞു. അതിപ്പം സുജിത്, എനിക്കും അതിന്റെ ലീഗൽ വേർഷൻ എനിക്ക് അറിഞ്ഞൂടാ. അപ്പം സുജിത് ഭക്ത ഒബ്വിയസ്ലി അവൻ അതിനെ ഇറങ്ങി തിരിഞ്ഞിരിക്കുക. അപ്പം പൂട്ടാതിരിക്കത്തില്ല. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് അത്രയും ഹേർട്ട് ചെയ്തിട്ട്. ആ വീഡിയോ കണ്ട, നിങ്ങൾ വീഡിയോ കണ്ടില്ലല്ലേ? ഞാൻ കണ്ടില്ല. നീ ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ വീഡിയോ നിങ്ങൾ കണ്ടു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് ആ ഇമെയിലിന്റെ കോണ്ടന്റും അവൻ സ്ക്രീൻഷോട്ട് ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അപ്പൊ തന്നെ. എന്നെ സംബന്ധിച്ച് ഇത്രേ ഉള്ളൂ വിഷ്ണു. ഞാൻ പുള്ളിയുടെ അധികം വീഡിയോ കാണാറില്ല. നീ കാണുമ്പോഴാണ് പുറകെ ഒന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ പുള്ളി ചെയ്യുന്ന കണ്ടന്റ് നല്ലതാണ്, അതൊക്കെ സമ്മതിക്കുന്നതൊന്നും. പക്ഷെ ഏത് ക്രിയേറ്റർ ആണെങ്കിലും ഏത് ഇൻഫ്ലുവൻസർ ആണെങ്കിലും ഇങ്ങനെ പേഴ്സണൽ ടാർഗറ്റഡ് ഒരു അറ്റാക്ക് ഫേസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പം എനിക്ക് ഇത്ര പറയാനുള്ളൂ. ലീഗലി മൂവ് ചെയ്യുക. Don't be we are all with you. We are with you. നമ്മൾ നിങ്ങളെ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്യുന്നു. ലീഗലി നേരിട്ട് കാണേണ്ട ഒരു സിറ്റുവേഷൻ നമ്മൾ ഒഴിവാക്കുക. നമ്മൾ മാക്സിമം പോലീസ് അത് ലീഗലി അവനെ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ പേടിക്കണ്ട. ബാക്കിയുള്ള വ്ളോഗേഴ്സ് എല്ലാം നിങ്ങൾ അറ്റാക്ക് ചെയ്ത്, കാരണം യു ആർ ഓൺ ദ റൈറ്റ് സൈഡ്. നിങ്ങൾക്ക് ഒരു വണ്ടർഫുൾ ഫാമിലി ഉണ്ട്. ഇതൊന്നും ബോധേണ്ട ആവശ്യമില്ല. ഏതോ ഒരു കിഴങ്ങൻ വന്നിട്ട് നിങ്ങളുടെ വൈഫിനെ മോശമായിട്ട് പറഞ്ഞു വെച്ചിട്ട് നമ്മള് ലീഗലി എന്തായാലും മൂവ് ചെയ്യണം. അത് ഞാൻ ഇല്ലെന്ന് ഒരിക്കലും പറയില്ല. കാരണം ഇത് ഭയങ്കരമായിട്ട് നിങ്ങൾ അത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മള് അതുകൊണ്ട് ഇതാണ് നമ്മുടെ അഭിപ്രായം. അപ്പം ഇതെല്ലാം നല്ല രീതിയിൽ ഇത് അവസാനിക്കട്ടെ. പിടിക്കട്ടെ. പുള്ളിയെ നല്ല രീതിയിൽ ഇൻ ദ സെൻസ് പുള്ളിനെ പിടിക്കണം, ലീഗലി അത് കൊണ്ടുവരണം. കോടതി കൊടുക്കേണ്ടത്. അതൊക്കെ അതിന്റെ ലീഗലി ഒക്കെ കാര്യങ്ങളൊക്കെ കോടതിയാണ് ഡിസൈഡ്. നാളെ എനിക്ക് വിഷ്ണുവിനെ കേസ് കൊടുക്കാം. Okay, so it's a time to wind up this podcast. Yes. And once again, this is Vishnu. And this is Sudhish. Winding up. What's the crack?